കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഗ്രാൻഡ് അബോർഡ് വില്ലാസ് എന്ന് പറഞ്ഞൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 5ഓളം പ്രീമിയം വില്ലകൾ വരുന്നൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതിനകത്ത് 3 സെൻറ്റ് 300 ലൈൻസ് ലാൻഡ് ഏരിയയിൽ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ഒരു യൂണിഫോമാലിറ്റി നിലനിർത്താനായിട്ട് ഈ വില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കണ്ടംപററി ഡിസൈനും കൊളോണിയൽ ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എലവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മാത്രമല്ല എടപ്പള്ളി ഭാഗത്തേക്ക് 7 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. HMT മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാക്കനാടിനും എടപ്പള്ളിക്കും മിഡിലായിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ഈ വില്ല വന്നിട്ടുള്ളത് ഡെഡ് എൻഡ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മതിൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. നമ്മളിനി വീടിനകത്തേക്കാണ്, അതായത് കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. ഇവിടെയായിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലായിട്ടൊരു ടാപ്പ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈലാണ് താഴെ പാകിയിട്ടുള്ളത്. ഈസി ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെയായിട്ട് ഭംഗിയായിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോണാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി ചുറ്റിനും റിവർ സ്റ്റോൺ വരാനുണ്ട്, പെബിൾസ് വരാനുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ആവാനുണ്ട്. ഇവിടെയായിട്ടാണ് വെല്ലിൻ്റെ സ്ഥാനം വന്നുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെ വെല്ല് വന്നിട്ടുണ്ട്. നല്ല ക്ലീൻ വാട്ടറാണ്. വെള്ളത്തിനകത്ത് മോട്ടർ എടുക്കുകയാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ വീടിന് അകത്തേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അത് കൂടാതെ തന്നെ ആദ്യം കാണുന്നത് പോർച്ചിനകത്ത് കൊടുത്തിരിക്കുന്ന വർക്കാണ്. ഭംഗിയുള്ളൊരു നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈനാണത്. അതിനെയും ഭംഗിയാക്കുന്നുണ്ട്. കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഇത് തന്നെയാണ്. നേരെ നമുക്ക് വീടിനകത്തേക്ക് കയറാം. വെസ്റ്റിലേക്കാണ് ഇതിൻ്റെ ഡോറ് വന്നുള്ളത്. പടിഞ്ഞാറോട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് വന്നുള്ളത്. 2 പീസ് ഡോറാണ്. ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡോർ പാറ്റേൺ വന്നിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു ലിവിംഗ് ആണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാൻ ഭംഗിയുള്ളൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിന് മേലെയായിട്ടും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നോർത്ത് സൈഡിൽ നല്ല വലിപ്പമുള്ള വിൻഡോസാണ് വന്നുള്ളത്. പെർമനൻറ്റ് ഗ്ലാസ് വന്നിട്ടുണ്ട്. കൂടാതെ തുറക്കാവുന്ന രീതിയിലുള്ള വിൻഡോയും അവൈലബിൾ ആണ്. നല്ലൊരു ഫാൻ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരു വുഡിൻ്റെ ടച്ചാണ് ഫുൾ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും ഒരു പെർമനൻറ്റ് ഗ്ലാസിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാനുള്ള സ്പേസ് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വുഡിൻ്റെ വർക്കുകളാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വിനറിൽ തന്നെയാണ് ചെയ്തുള്ളത്. ഇത് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഒരു വർക്കും കൂടിയാണ്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് വരാം. 6 ചെയറിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫാൻസി ലൈറ്റുകളും വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ് വന്നുള്ളത്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. മേലെയും ഒരുപാട് കബോർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർക്ക് പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാഷ് കൗണ്ടറാണ്. നല്ലൊരു കളർ പാറ്റേണിലുള്ള വാഷ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാം. ഫുള്ള് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. വശങ്ങളെല്ലാം കബോർഡുകളെല്ലാം അവൈലബിൾ ആണ്. താഴത്തെ ടൈലാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ ടെക്സ്റ്റിൽ ഒരു മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പ്യൂരിഫയറിൻ്റെ ടാപ്പ് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വശങ്ങളിലെല്ലാം
പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഒരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെപ്പറേഷനും കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഈ ഭാഗത്ത് ഒരു വേക്കൻറ്റ് സ്പേസ് നമുക്കുണ്ട്. അത് വാഷ് കൗണ്ടറായിട്ട് മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഈ സ്പേസ് അതായത് ഇൻവെർട്ടറിനുള്ള സ്പേസാണ്. അവിടെയും ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടി ഭംഗിയായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഔട്ട് സൈഡിലേക്ക് വരാം. വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻ്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. അവിടെയായിട്ട് സിങ്കും കാര്യങ്ങളും കൊടുക്കാനുള്ള പ്ലംബിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 വശങ്ങളും ഡോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗത്ത് തന്നെ മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുണ്ട്. ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. മേലെ മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വാർഡ്രോബ്സ് ആണ്. നല്ല ഹൈറ്റിലുള്ള വാർഡ്രോബ്സ് കിട്ടിയിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെ ആണ്. ബാക്കിൽ കൊടുത്തിരിക്കുന്ന കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എന്ന് പറയുന്നത് ഗബ്രീഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇവിടെയായിട്ട് നമുക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് ഷാമ്പൂസും ലിക്വിഡ്സും ഒക്കെ അവിടെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോക്സി വർക്ക് തീരാനുണ്ട്. ഈ ഭാഗത്ത് ഷവർ ഏരിയ ആണ്. ഡൈവർട്ടർ വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെ ആണ്. മേലെ ഹീറ്ററിനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ കറക്റ്റ് പേര് പോലെ തന്നെ മേലെ ഹൈറ്റിൽ നിന്ന് വീഴുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മാറ്റ് ഡിസൈനിലുള്ള ടൈലാണ് താഴെ മൊത്തം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വുഡിലാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് ഗ്ലാസ്സിലുമായിരിക്കും. ഇപ്പം ഗ്ലാസിൻ്റെ വർക്ക് പെയിൻറ്റിംഗ് ആണ്. ഓൾറെഡി സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് വന്നിരിക്കുന്നത് വുഡുമാണ്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഈ ഭാഗം വന്നത് സൗത്ത് സൈഡാണ്. പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. മേലേക്ക് കയറാം. ആദ്യം നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ടേബിളായിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലും വന്നിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമാണ്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം കൂടിയാണ്. മാത്രമല്ല ഇവിടെ ആയിട്ട് ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കുഷ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് പാനലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാം വുഡിൻ്റെ പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നല്ലൊരു വർക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും. ഇവിടെയായിട്ട് കബോർഡിൻ്റെ കളർ പാറ്റേണിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ തന്നെയാണ്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് കൗണ്ടർ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറയുടെയാണ്. നല്ലൊരു മോഡലാണ് വന്നുള്ളത്. ഇവിടെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈൽ, ഭിത്തി വന്നിരിക്കുന്നതും മാറ്റ് തന്നെയാണ്. ഒരു സൈഡിന് കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. പിന്നെ നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. 3ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡിലാണ്. ഇത് നോർത്ത് സൈഡാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരികയും ചെയ്യും. ഏകദേശം ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയുമാണ്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള കബോർഡുകൾ തന്നെയാണ് ഇതിന് വന്നുള്ളത്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവർട്ടർ, റെയിൻ ഷവർ എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാൽക്കണി കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഇതിൽ ഹാൻഡിലിൻ്റെ വർക്ക് പെയിൻറ്റിംഗ് ആണ്. അപ്പം ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയുള്ളൊരു സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തുള്ളത്. സെയിം കളർ പാറ്റേണുള്ള ടെക്സ്റ്റ് വർക്കും മേലെ വരുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു പവർ പോയിൻ്റ് വേറെയും കിട്ടുന്നുണ്ട്. അയൺ ടേബിളും മറ്റുമൊക്കെ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വശങ്ങളെല്ലാം ഗ്രില്ല് കൊടുത്തിരിക്കുകയാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഷീറ്റ് ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡിലെ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം.
നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണെങ്കിൽ ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ വന്നിട്ടുണ്ട്. മേലെ ഫൈബർ ലാമിനേഷൻ LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നമുക്കിനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന മനോഹരമായുള്ളൊരു വില്ലയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. 3 സെൻറ്റ് 300 ലിങ്സ് ലാൻഡ് ഏരിയ, 1650 സ്ക്വയർ ഫീറ്റ്, 3 BHK. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത് 89 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.